പരിശുദ്ധതയുടെ പർദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി 14 നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ദിവസമാണ്. ലോകം മുഴുവനും വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന ഒരു ദിനം. പക്ഷേ അതിനൊക്കെ കാരണക്കാരനായ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് അധികം ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഒരു പുതിയ വിശുദ്ധനെ നമ്മൾ പരിചയപ്പെടുകയാണ്, വിശുദ്ധ വാലന്റൈൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് കൂടുതൽ ചരിത്ര രേഖകളൊന്നും ലഭ്യമല്ല. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച്, അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ആദ്യമൊന്ന് പരാമർശിക്കാതെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കുകയില്ല. വാലന്റൈൻ ഒരു റോമൻ കത്തോലിക്ക വൈദികനായിരുന്നു. അദ്ദേഹം ജീവിച്ചത് റോമിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ 3-ാം നൂറ്റാണ്ടിൽ റോമിൽ മതപീഡനം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ആ സമയത്ത് ക്ലൗഡിയസ് രണ്ടാമൻ ചക്രവർത്തിയായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് വളരെയേറെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് റോം നഗരം കടന്നു പോവുക. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇപ്രകാരമാണ്. ആ ഒരു സമയത്ത് റോമിലെ പ്രെറ്റോറിയൻ സൈന്യം, ഗാർഡെന്ന് പറയും, അപ്പോൾ അവർ ഒരു മൈക്കൻസുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ്. അങ്ങനെ ഈ ഒരു പരാജയം അവർക്ക് വലിയ ആഘാതമുണ്ടാക്കി. അപ്പോൾ ഇവർ ഈ ഒരു കാര്യം വന്ന് ചക്രവർത്തിയെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ചക്രവർത്തിയെടുത്ത് കാരണം പറയും. എന്താണ് സംഭവം എന്ന് പറഞ്ഞ് അദ്ദേഹം തിരക്കുമ്പോൾ വന്ന് ഇവർ ഈ ഒരു കാരണം അറിയിക്കുകയാണ്, നമ്മൾ മൈക്കൻസുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ ചക്രവർത്തി ഈ ഒരു വാർത്ത കേട്ടുടനെ തന്നെ അദ്ദേഹത്തിന് വളരെയേറെ നിരാശയും അതോടൊപ്പം കോപവും ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതിന് കാരണം എന്താണെന്നുള്ളത്. അനേകം പട്ടാളക്കാർ ഇതിൽ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ സൈന്യമില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തെ അറിയിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ സോൾജേഴ്സ്, പട്ടാളക്കാരുടെ ജനറലിനെ വിളിച്ച് ശകാരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയും, എത്രയും വേഗം നമ്മളുടെ പ്രെറ്റോറിയൻ സൈന്യത്തിലേക്ക് പുരുഷന്മാരെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം. നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ നടപ്പിലാക്കുവാനായിട്ട് ജനറലിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഈ ഒരു ഉത്തരവ് മാനിച്ച് അവർ ആ ഒരു നഗരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും പ്രെറ്റോറിയൻ ഗാർഡനിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് അവിടെയെല്ലാം അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. പ്രെറ്റോറിയൻ ഗാർഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കും. ഈ റോമൻ സൈന്യത്തിലെ ഏറ്റവും നല്ലൊരു ഉയർന്ന പദവിയിൽ, അതായത് ചക്രവർത്തിക്ക് അടുത്ത പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു സൈന്യമാണ് പ്രെറ്റോറിയൻ സൈന്യം എന്ന് പറയുക. അത് പിൽക്കാലത്ത് സീസർ അഗസ്റ്റസ് ചക്രവർത്തി രൂപം കൊടുത്ത ഒരു പ്രത്യേകതരം സൈന്യമാണ് ഇവർ, റാപ്പിഡ് ആക്ഷൻ ഗാർഡ് എന്ന് പറയും. അപ്പോൾ മറ്റ് സോൾജേഴ്സ്, ഇപ്പോൾ ഇവരുടെ ഒരു സാധാരണ പട്ടാളക്കാർ അവരെന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ അവരിലേക്ക് പെട്ടെന്ന് ആ ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് അവരെ റീപ്ലേസ് ചെയ്യാനോ അവിടെ ആവശ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എമർജൻസി ആയിട്ട് യൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക പദവിയുള്ള ഒരു സൈന്യമാണ് പ്രെറ്റോറിയൻ സൈന്യം അല്ലെങ്കിൽ പ്രെറ്റോറിയൻ ഗാർഡ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ഇതിലേക്കാണ് സൈന്യത്തെ പുരുഷന്മാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ ഇവർ പ്രതീക്ഷിച്ച പോലെ ഒരു പ്രതികരണമായിരുന്നില്ല അവർക്ക് അന്ന് ആ നാട്ടിൽ നിന്ന് ലഭിച്ചത്. കാര്യം ഇവർ ചെന്ന് യുവാക്കളോട് സൈന്യത്തിൽ ചേരാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ പലരും എന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവ് പറഞ്ഞ് അവരതിൽ നിന്നൊക്കെ മാറിപ്പോവുകയാണ്. അപ്പോൾ ഒരിക്കലും ഒരു കമാൻഡർ അവിടെ നിന്ന് ഇരിക്കുന്ന അവസരത്തിലൊരു യുവാവ് അതുവഴി പോകുമ്പോൾ അയാളോടും ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന്. അപ്പോൾ അയാൾ പറയുകയാണ്, എനിക്ക് സാധിക്കില്ല, എനിക്ക് കുടുംബമുണ്ട്, ഭാര്യയും മക്കളെ നോക്കണം, അങ്ങനെ. അപ്പോൾ ഇത് തന്നെയാണ് പലരോടും ഇതേ കാര്യം ചോദിക്കുന്നു, പലരും ഇതേ റെസ്പോൺസ് തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇവർക്ക് പ്രത്യേകിച്ച് ആൾക്കാരെ ഒന്നും സൈന്യത്തിലേക്ക് കിട്ടാതെ വരികയാണ്. അങ്ങനെ ഇവർ ഈ ഒരു വാർത്ത ചെന്ന് ചക്രവർത്തിയുടെ അടുത്ത് അറിയിക്കുന്നു.
അപ്പോൾ ക്ലൗഡിയസ് ചോദിക്കുന്നുണ്ട് എന്താ കാരണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, കാര്യം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, കാര്യം ഇത്ര യുവാക്കൾ സൈന്യത്തിൽ ചേരാനായിട്ട് മടി കാണിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞ് ഇവരോട് ചോദിക്കും. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇവർക്ക് എല്ലാവർക്കും അവർ ഭാര്യമാരോടൊത്തും ഭാര്യ മക്കളുമൊക്കെ ആയിട്ട് കുടുംബമായിട്ട് താമസിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് സൈന്യത്തിൽ ചേരുവാനായിട്ട് താല്പര്യമില്ല എന്നുള്ളത്. അങ്ങനെ ക്ലൗഡിയസ് ചക്രവർത്തി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. അതായത് ഇനി മുതൽ ഇവിടെ വിവാഹം നടക്കാൻ പാടില്ല, വിവാഹ നിശ്ചയങ്ങളും എല്ലാം ബാൻ ചെയ്യുന്നു ആ നാട്ടിൽ. അപ്പോൾ അങ്ങനെ പതുക്കെ സൈന്യത്തിലോട്ട് ആൾക്കാരെ എടുക്കുവാനായിട്ട് ആരംഭിക്കുന്നു. ഈ അവസരത്തിലാണ് നമ്മളുടെ വിശുദ്ധൻ്റെ രംഗപ്രവേശനം നടക്കുക. വിശുദ്ധ വാലന്റൈൻ ഒരു പുരോഹിതനായിരുന്നു. അപ്പോൾ അദ്ദേഹം സഭയ്ക്ക് വേണ്ടിയിട്ടും തിരുസഭയ്ക്ക് വേണ്ടിയിട്ടും കൂദാശകൾക്കൊക്കെ വേണ്ടിയിട്ട് വളരെ ശക്തമായ നിലപാടെടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഈ ഒരു സമയം അദ്ദേഹം ഇതിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമായ ഈ സമയത്താണ് ഇവിടെ തൻ്റെ ഒരു ആവശ്യമുള്ളത്. കാര്യം വിവാഹങ്ങളൊക്കെ എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്, വിവാഹത്തിൽ എല്ലാം ബാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ വിവാഹം എന്ന കൂദാശ ഇല്ലാത്ത രീതിയിൽ അപ്പോൾ ആൾക്കാർ മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ തെറ്റായ വഴികളിലൊക്കെ പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും മുന്നേ കണ്ടു അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി വിവാഹം കൂദാശ ചെയ്യുന്നത് കൊടുക്കുവാനായിട്ട് അദ്ദേഹം ആരംഭിക്കുകയാണ്. അങ്ങനെ പ്രറ്റോറിയൻ സൈന്യത്തിൽ ചേരുന്നവർക്ക് വിവാഹം കഴിക്കുവാൻ സാധിക്കാത്ത ഒരു സ്ഥിതി അവിടെ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും വിവാഹം എന്ന കൂദാശ നടക്കാത്തത് കൊണ്ട് യുവാക്കൾ തെറ്റായ വഴികൾ തേടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ വിശുദ്ധ വാലന്റൈൻ ഇവരുടെ വിവാഹങ്ങൾ ഇഷ്ടത്തിലായിരിക്കുന്നവരുടെ വിവാഹങ്ങളൊക്കെ കൂദാശ ചെയ്തു കൊടുക്കുവാനായിട്ട് ആരംഭിച്ചു. അതൊരു കൂദാശയായി തന്നെ നൽകാൻ. അപ്പോൾ അതൊരു വിവാഹം എന്ന കൂദാശയിലാണ് അവരുടെ ആ ഒരു ബന്ധം നിലനിൽക്കുക. ഇല്ലെങ്കിൽ അത് വിവാഹത്തിന് പുറമേ ഉള്ള ഒരു ബന്ധമായി തീരുമായിരുന്നു. അപ്പോൾ അങ്ങനെ മുന്നിൽ ആ ഒരു തെറ്റ് നടക്കാതിരിക്കാൻ വേണ്ടി വാലന്റൈൻ എന്ന പുരോഹിതൻ മുന്നിട്ടിറങ്ങി ഇവർക്ക് വിവാഹങ്ങൾ നടത്തുവാനായിട്ടൊക്കെ. അപ്പോൾ ഈ സമയം ഇത് അവിടുത്തെ നിയമങ്ങൾക്ക് എതിരായിരുന്നു. കാര്യം ചക്രവർത്തി നേരത്തെ തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതായത് വിവാഹങ്ങളും വിവാഹ നിശ്ചയങ്ങളും എല്ലാം അവിടെ നിരോധിച്ചിരിക്കുന്നു. ഇനി ആരെങ്കിലും വിവാഹം കഴിക്കുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ അങ്ങനെ വാലന്റൈൻ എന്ന പുരോഹിതനാണ് ഇത് ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഏകദേശം ഉറപ്പിച്ചായിരുന്നു. അപ്പോൾ ഇതിന് ഒപ്പം തന്നെ ഇതിൻ്റെ മറ്റൊരു വശത്ത് വേറൊരു കാര്യം നടക്കുന്നുണ്ട്. അതായത് റോമിൽ വിജാതീയരാണ് കൂടുതൽ. അപ്പോൾ അവർക്ക് പ്രത്യേകതരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് ഫെബ്രുവരി 15 നടക്കുന്ന ഒരു ശുദ്ധീകരണ ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാലങ്ങളായിട്ട് അവിടെ നടന്നു വരുന്നതാണ്. അത് പ്രത്യുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആചാരമാണ്. അപ്പോൾ അത് ഈ ഒരു ഉത്സവത്തിൻ്റെ സമയത്ത് പ്രത്യേകമായ യാഗങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അവിടെ നടത്താറുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഈ യാഗങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ ശേഷം അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ജാറിൽ സ്ത്രീകളുടെയൊക്കെ പേരുകൾ എഴുതിയിടുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം പേരെഴുതിയിട്ടിട്ട് പുരുഷന്മാർ ചെന്ന് ആ ജാറിൻ്റെ അകത്തുനിന്ന് ഈ തുണ്ടുകൾ എടുക്കുന്നു, പേരെഴുതിയിട്ട തുണ്ടുകൾ എടുക്കുന്നു. അപ്പോൾ തനിക്ക് ആരുടെ പേരാണ് കിട്ടിയതെന്ന് വെച്ചാൽ ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ വളരെ മോശമായ രീതിയിലുള്ള ഒരു സാഹചര്യമായിരുന്നു അവിടെ നിലനിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് തെറ്റായ ഒരു കാര്യമാണെന്ന് വാലന്റൈൻ കണ്ടു. അങ്ങനെ ഇതിനെ വാലന്റൈൻ ശക്തമായി എതിർത്തു. അപ്പോൾ ഇങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ഒട്ടും തന്നെ ശരിയല്ല, അത് ദൈവത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റാനായിട്ട് ഇതൊന്നും കൊണ്ട് സാധിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് നിശ്ചയം അവരെ പറഞ്ഞ് പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചു. അപ്പോൾ ഇത് സ്വാഭാവികമായും അദ്ദേഹം എതിർപ്പ് തന്നെയാണ് സമ്പാദിച്ചിരുന്നത്. കാര്യം അവർക്ക് ഇഷ്ടമായ രീതിയിൽ തോന്നിയതുപോലെയുള്ള കാര്യങ്ങൾ അവരുടെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഈ വൈദികൻ അതിനെല്ലാം തടസ്സം നിൽക്കുന്നു. അപ്പോൾ റോമാക്കാർക്ക് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് കുരുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ അവരെത്തുകയും ഇതിന് ഒരു കാരണം കണ്ടെത്താനായിട്ട് അവർ കാത്തിരിക്കുകയും ചെയ്യുകയായിരുന്നു.
അപ്പോൾ ആ ഒരു സമയം ഇങ്ങനെ ഒരു ആചാരം റോമിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ വാലന്റൈൻസ് ദിനം പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. അതായത് ഈ ഒരു റോമിൽ നടക്കുന്ന ആ ഒരു വിജാതീയ ആചാരത്തിൻ്റെ ഭാഗമാണ് വാലന്റൈൻസ് ദിനം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ടും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രത്യുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിജാതീയ ആചാരമാണ് അന്ന് അവിടെ നിലനിന്നിരുന്നത്. അപ്പോൾ ഇതേ സമയം തന്നെയാണ് റോമിൽ ഇതേപോലെ റോമൻ സൈനികരുടെ വിവാഹങ്ങളൊക്കെ നമ്മുടെ വാലന്റൈൻ വിശുദ്ധൻ കൂദാശ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഈ വിവരം നമ്മുടെ ചക്രവർത്തിയുടെ ചെവികളിലെത്തുകയും അദ്ദേഹം വാലന്റൈനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഉത്തരവിടുകയും ചെയ്യുന്നു. അങ്ങനെ വാലന്റൈനെ അറസ്റ്റ് ചെയ്ത് കാരാഗൃഹത്തിൽ അടയ്ക്കുകയാണ്. അദ്ദേഹത്തെ കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ ഒത്തിരിയേറെ പേര് അന്ന് കാരാഗൃഹത്തിൻ്റെ പുറത്ത് നിന്നിരുന്നു എന്നാണ്, ഒത്തിരിയേറെ ദമ്പതികൾ. കാരണം അത്രയേറെ ദമ്പതികൾക്ക് അവരുടെ വിവാഹം കൂദാശ ചെയ്തു കൊടുക്കുവാനായിട്ട് ഈ വിശുദ്ധൻ ഇറങ്ങി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാര്യം അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള ഉത്തരവ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വളരെ തീക്ഷ്ണതയോടുകൂടി തന്നെ അദ്ദേഹം നിലനിന്നിരുന്നു. അങ്ങനെ ഈ ജനം അദ്ദേഹത്തിനെ തങ്ങളുടെ പ്രിയപ്പെട്ട വൈദികനെ അറസ്റ്റ് ചെയ്തെന്നറിഞ്ഞ് ഒത്തിരിയേറെ ദമ്പതികൾ അവിടെ തടിച്ചുകൂടി എന്നാണ് പറയപ്പെടുക. അങ്ങനെ ഇദ്ദേഹം ജയിലിലായിരിക്കുന്ന സമയത്ത് മറ്റൊരു സംഭവം അവിടെ നടക്കുകയാണ്. അവിടുത്തെ ജയിലറിനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ജയിലിൽ കിടക്കുമ്പോഴും ഈ വൈദികൻ അദ്ദേഹത്തോട് വചനം പങ്കുവയ്ക്കുന്നുണ്ട്. ആ ജയിലറിനോട് കൂടെയുള്ളവരോടൊക്കെ വചനം പങ്കുവയ്ക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവം ഏൽപ്പിച്ച ആ ഒരു ഡ്യൂട്ടി വളരെ കൃത്യതയോട് കൂടി ചെയ്യുവാനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയം ജയിലറിൻ്റെ ഒരു മകളുണ്ട്. മകള് ജന്മന അന്ധയാണ്. അപ്പോൾ ജയിലർ വിചാരിച്ചു ഇയാൾക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ മകളെ സുഖപ്പെടുത്താൻ പറ്റുമെന്നൊന്ന് ചോദിച്ചു നോക്കാം. അയാളൊരു ക്രിസ്തീയ വിശ്വാസിയല്ല. എന്നിരുന്നാലും ഈ പുരോഹിതനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാലോ എന്ന് കരുതി അദ്ദേഹം വാലന്റൈനോട് തൻ്റെ മകളെക്കുറിച്ച് പറയുന്നു. എൻ്റെ മകൾ ജന്മന അന്ധയാണ്, അപ്പോൾ എന്തെങ്കിലും ഇദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മകളെ കൊണ്ടുവരാനും മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ച ശേഷം അത്ഭുതകരമായി ഈ ജയിലറിൻ്റെ മകളുടെ ആ ജന്മന കാഴ്ചയില്ലാത്ത മകൾക്ക് കാഴ്ച വീണ്ടും കിട്ടുകയാണ്. ഇതോടെ ആ ജയിലറും വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ വാലന്റൈൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകൾ അനുഭവിക്കേണ്ട അവസ്ഥകൾ ഉണ്ടായപ്പോൾ പോലും ദൈവം അതെല്ലാം അതിൻ്റെ എല്ലാം മറ്റൊരു നന്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ വിശുദ്ധ വാലന്റൈൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ നാട് കടത്താനായിട്ട് ചക്രവർത്തി ഉത്തരവിടുകയും ചെയ്യുന്നുണ്ട്. ജയിലറിൻ്റെ മകളുടെ ആ ഒരു കാഴ്ച വീണ്ടും കിട്ടിയത് വളരെയധികം മാനസാന്തരം അന്ന് അവരുടെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു ജനങ്ങളുടെ ഇടയിലാണെങ്കിലും ഒത്തിരിയേറെ മാനസാന്തര അനുഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വാലന്റൈൻ ഈ കടന്നു പോകുന്ന തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതായിട്ട് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. വാലന്റൈൻ്റെ അവസാന ദിനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം എന്ന് പറയുന്ന ഒരു 3 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. AD 269 ഫെബ്രുവരി 14 അദ്ദേഹം മരണപ്പെടുന്നത്. അതിനു മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ആദ്യൊരു ഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു എന്നുള്ളതാണ്. കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. അദ്ദേഹത്തെ അടിച്ചു. എന്നിട്ടും അദ്ദേഹം മരണപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അവസാനമായിട്ട് അദ്ദേഹത്തെ നാട് കടത്തി അദ്ദേഹത്തിൻ്റെ ശിരച്ഛേദനം നടത്തിയാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. അങ്ങനെ സ്നേഹത്തിനും വിശ്വാസത്തിനും വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ വാലന്റൈൻ. അദ്ദേഹം മരിച്ചത് ഫെബ്രുവരി 14. ഈ ഫെബ്രുവരി 14 ഇന്ന് ലോകം മുഴുവൻ വാലന്റൈൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുക. ക്രിസ്തീയ വിവാഹങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഏറ്റവും ശക്തമായ നിലപാടുകളാണ് എടുത്തിരുന്നത്.
അദ്ദേഹത്തിൻ്റെ ജീവന് പോലും ഏറ്റവും അത് ഭീഷണിയായിരുന്ന സമയത്ത് പോലും യുവജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ വിവാഹങ്ങളെ കൂദാശ ചെയ്ത് അത് വിശുദ്ധീകരിച്ചുകൊണ്ട് വിവാഹമെന്ന കൂദാശയിലൂടെ അവർ ഒന്നിക്കുവാനായിട്ട് അദ്ദേഹം അനുവദിച്ചു. അതിനാൽ തന്നെയാണ് ലവേഴ്സിന് വിശുദ്ധ പേട്രൺ സെയിൻ്റായിട്ട് അദ്ദേഹം ആദരിക്കപ്പെടുന്നത്. വിശുദ്ധ വാലന്റൈൻ്റെ മാധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട്. സ്നേഹം അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്നത് ഒരു വികാരത്തെക്കാൾ ഉപരിയായി അനുദിന ജീവിതത്തിൽ നമ്മളെടുക്കുന്ന ഒരു തീരുമാനമാണ്. ഒരു സഹനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു തീരുമാനം. വിശുദ്ധ വാലന്റൈൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിനും പ്രത്യേകമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം വ്യാഴ്ച നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.